റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ഇറാനിൽ ചാരപ്രവർത്തന കുറ്റം ചുമത്തി തടങ്കലിൽ കഴിയുന്ന ബ്രിട്ടീഷ് ദമ്പതികളായ ക്രൈഗ് ഫോർമാനെയും ലിൻസെ ഫോർമാനെയും മോചിപ്പിക്കുവാൻ UK സർക്കാർ ഇടപെടുന്നില്ലെന്ന് അവരുടെ മകൻ ജോ ബെനറ്റ് ആരോപിച്ചു. ലോകം ചുറ്റുന്ന മോട്ടോർ സൈക്കിൾ യാത്രക്കിടെയാണ് ഈസ്റ്റ് സസക്സിലെ ദമ്പതികളെ കഴിഞ്ഞ ജനുവരിയിൽ ഇറാനിലെ കർമാനിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. ബ്രിട്ടീഷ് പൗരന്മാരെ സംരക്ഷിക്കേണ്ട UK സർക്കാർ വിഷയത്തിൽ കാര്യമായി ഇടപെടില്ലെന്ന് ബെന്നറ്റ് കുറ്റപ്പെടുത്തി. ചാരവൃത്തി ആരോപിച്ചിട്ടുണ്ടെന്നും അതും പൂർണ്ണമായും വ്യാജമാണെന്നും മാതാപിതാക്കൾ സാധാരണ കോടതി നടപടികൾക്ക് പോലും ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാതാപിതാക്കൾ അന്യായമായി തടങ്കലിൽ ആയതോടെ കടുത്ത മാനസിക സംഘർഷമാണ് തങ്ങൾ നേരിടുന്നതെന്നും ബെന്നറ്റ് പറഞ്ഞു. മാഞ്ചസ്റ്റർ നഗരത്തെ നടുക്കിയ സിനഗോഗ് അക്രമവുമായി ബന്ധപ്പെട്ട് 31 വയസ്സുകാരനെ പോലീസ് പിടികൂടി. മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ നിന്ന് ഭീകരവാദ കുറ്റങ്ങൾ ചുമത്തി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. പുതിയ അറസ്റ്റോടെ കേസിനോട് ബന്ധപ്പെട്ട് പിടിയിലായവരുടെ എണ്ണം 7 ഇതുവരെ അറസ്റ്റ് ചെയ്തവരിൽ 5 പേരെ തെളിവുകളില്ലാത്തതിനാൽ വിട്ടയച്ചിരുന്നു. ഒക്ടോബർ 9 അറസ്റ്റിലായ 30-കാരനെതിരെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന കുറ്റം നിലനിൽക്കുന്നതിനാൽ അയാൾ ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ്. ഇംഗ്ലണ്ടിലെ M5 മോട്ടോർവേയിൽ ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടം മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടതിന് കാരണമായി. വെല്ലിംഗ്ടൺ ജംഗ്ഷൻ മുതൽ ടിവറ്റൺ ജംഗ്ഷൻ വരെയുള്ള തെക്കോട്ട് പോകുന്ന പാതയിലാണ് അപകടം സംഭവിച്ചത്. വൈകുന്നേരം മുതൽ രാത്രി 10 മണിവരെ ഗതാഗത തടസ്സം ഉണ്ടാകുമെന്ന് നാഷണൽ ഹൈവേസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപകടത്തെ തുടർന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായപ്പോൾ ചിലർ കാറുകളിൽ നിന്ന് ഇറങ്ങി ചിത്രീകരിച്ച വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ബസ്സിൽ ഉണ്ടായിരുന്ന ഏകദേശം 35 യാത്രക്കാരെയും പരിശോധനയ്ക്ക് വിധേയരാക്കിയതായും എല്ലാവരും സുരക്ഷിതരാണെന്നും ഡെവൻ സോമർസെറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അപകടത്തിൽപ്പെട്ട കാറിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും അഗ്നിശമന സേനയാണ് അദ്ദേഹത്തെ പുറത്തിറക്കിയതെന്നും അധികൃതർ അറിയിച്ചു. ഇനി നാട്ടിലെ വാർത്തകൾ. വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയവർ ചിപ്സ് കൈക്കലാക്കാൻ തിരക്ക് കൂട്ടിയതോടെ അലങ്കോലമായി വിവാഹ ചടങ്ങുകൾ. UP സർക്കാർ നടത്തിയ സമൂഹ വിവാഹത്തിനിടെയാണ് സംഭവം. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. UPയിലെ ഹമീർപൂരിലാണ് സമൂഹ വിവാഹം നടത്തിയത്. 383 വിവാഹങ്ങളാണ് നടന്നത്. ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ പങ്കെടുക്കാനെത്തിയവർക്ക് ചിപ്സും ചെറുകടികളും വിതരണം ചെയ്തിരുന്നു. എന്നാൽ ആളുകൾ ചിപ്സ് പാക്കറ്റുകൾ കൈക്കലാക്കാൻ ശ്രമിക്കുന്നതോടെ വൻ തിരക്കുണ്ടായി. ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചിലർ ചിപ്സ് പാക്കറ്റ് പൊട്ടി, ചിലർ ചിപ്സ് പാക്കറ്റ് പെട്ടിയുടെ കൈക്കലാക്കാൻ നോക്കുന്നതും മറ്റു ചിലർ തട്ടിപ്പറിക്കുവാൻ നോക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. തിരക്ക് നിയന്ത്രിക്കുവാൻ അധികൃതരാരും സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇന്ത്യക്ക് കീഴിലുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 100 രൂപ നോട്ട് പുറത്തിറക്കിയ നേപ്പാളിന്റെ നടപടി ഏകപക്ഷീയമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാനാകില്ലെന്നും ഇത്തരത്തിൽ കൃത്രിമമായി ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ മാറ്റം വരുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിഷയം ചർച്ചയ്ക്കുണ്ടെന്നും അതിർത്തിയെക്കുറിച്ചുള്ള സംഭാഷണം തുടരുകയാണെന്നും സർക്കാർ വൃത്തങ്ങൾ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ചരിത്രപരമായ വസ്തുതകളുടെയോ തെളിവുകളുടെയോ അടിസ്ഥാനമില്ലാതെയാണ് നേപ്പാളിന്റെ അവകാശവാദങ്ങൾ. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിൽ പ്രതികരിച്ച നേതാക്കൾ. ചില നേതാക്കൾ രാഹുലിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചപ്പോൾ ചിലർ കേസെടുത്ത സമയത്തിൽ സംശയം പ്രകടിപ്പിച്ചു. രാഹുലിന് പാർട്ടി സംരക്ഷണം ഒരുക്കില്ലെന്നും രാഹുലിന് സംരക്ഷണം നൽകേണ്ടത് രാഹുൽ തന്നെയാണെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് തീരുമാനിക്കേണ്ടത് രാഹുലാണ്. സാഹചര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ കൂടുതൽ നടപടികൾ വേണോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അപ്പോൾ ആലോചിക്കാം. അപ്പോഴത്തെ വിവാദങ്ങളിൽ പാർട്ടിക്ക് താല്പര്യമില്ല. സസ്പെൻഡ് ചെയ്ത ആൾ ഒളിവിലാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല എന്നും അവർ പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിലെ തുടർ തോൽവികളുടെ ക്ഷീണം മാറ്റാമെന്ന് പ്രതീക്ഷിച്ചാണ് ലിവർപൂൾ UEFA ചാമ്പ്യൻസ് ലീഗിലേക്ക് എത്തിയത്. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നതാവട്ടെ അതിലും ഞെട്ടിക്കുന്ന തോൽവി. ഡച്ച് ക്ലബ് PSV ഐന്തോവൻ 4-1 സ്വന്തം തട്ടകമായ ആൽഫീൽഡിൽ ലിവർപൂളിനെ തകർത്തത്. ഇവാൻ പെരിസിച്ച്, ഗുസ്ഹീൽ, സുഹൈബ് ഡ്രൂയിഷ് എന്നിവർ ഡച്ച് ക്ലബിനായി ലക്ഷ്യം കണ്ടപ്പോൾ ഡൊമിനിക് ടൊമാസ്ലിയുടെ വകയായിരുന്നു ലിവർപൂളിന്റെ ആശ്വാസ ഗോൾ. സൂപ്പർ താരം കിലിയൻ എംബാപ്പെ 4 ഗോളുമായി കളം നിറഞ്ഞ മത്സരത്തിൽ സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡ് 4-3 ഗ്രീക്ക് ക്ലബ് ഒളിമ്പിയാക്കോസിനെ തോൽപ്പിച്ചു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 118.25 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio